ഇന്നേക്ക് 20 വർഷം മുമ്പ് 2006 ജൂൺ 16 കൃത്യമായി പറഞ്ഞ 2006 ജർമ്മനി ലോകകപ്പ്. അർജൻറ്റീന, ആ വർഷത്തെ ഫേവറേറ്റുകളായ അർജൻറ്റീന സെർബിയയെ നേരിടുന്നു. റിസൾട്ട് അറിയാവോ? 6-0 അർജൻറ്റീന സെർബിയയെ തോൽപ്പിച്ചു. ആ മനോഹരമായ മത്സരത്തിൽ ഓർത്തു വയ്ക്കാവുന്ന 2 മുഹൂർത്തങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് അന്നത്തെ അർജൻറ്റീനയുടെ 3ാമത്തെ ഗോളാണ്. 24 പാസ് സീക്വൻസസ് 1 മിനിറ്റ് 18 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്തു അർജൻറ്റീന. ഔട്ട് ഫീൽഡിലുള്ള 10 പ്ലേയേഴ്സും ബോൾ ടച്ച് ചെയ്തു. എതിർ ടീമിനെ കൊണ്ട്, സെർബിയ കളിക്കാരെ കൊണ്ട് ഒരു ബോൾ പോലും ടച്ച് ചെയ്യിപ്പിക്കാതെ 24 പാസ് 1 മിനിറ്റിൽ പൂർത്തിയാക്കുന്നു. അവസാനം ഹെർനാൻ കെപ്സ്രോയുടെ ഒരു ബാക്ക് ഹീലിനെ ക്യാമ്പിയാസോ മനോഹരമായി പോസ്റ്റിലെത്തിക്കുന്നു. ആ വണ്ടർ ഗോൾ, ടീം ഗോളൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചത് ഫിഫ. ആ വണ്ടർ ഗോൾ പറഞ്ഞ മത്സരത്തിൻ്റെ 74-ാം മിനിറ്റിലാണ് ഒരു 18 വയസ്സുകാരൻ മുടിയൊക്കെ നീട്ടി വളർത്തി ആദ്യമായി തൻ്റെ ലോകകപ്പ് ഡെബ്യൂട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. അരങ്ങേറ്റം കുറിച്ച് 14 മിനിറ്റുകൾക്കപ്പുറം 88-ാം മിനിറ്റിൽ ലോകകപ്പിലെ ആദ്യത്തെ ഗോളും അദ്ദേഹം സ്കോർ ചെയ്തു. 20 വർഷങ്ങൾക്കിപ്പുറം ഒരു ജൂൺ 17 തൻ്റെ ലോകകപ്പിലെ ആദ്യത്തെ ഹാട്രിക്സ് പൂർത്തിയാക്കി 16 ഗോളുകളോടെ മിറോലോ ക്ലോസയ്ക്കൊപ്പം ലോകകപ്പിലെ എവർ ടൈം ടോപ്പ് സ്കോറായി നിൽക്കുന്നു ലയണൽ മെസ്സി. ഇതിൽ പരം സന്തോഷമുള്ള, ആനന്ദമുള്ള എന്ത് ദിവസമാണ് വരാനുള്ളത്. രാവിലെ തന്നെ സന്തോഷത്തിലായിരുന്നു. ഇന്നത്തെ മത്സരത്തെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. മത്സരം പൂർണ്ണമായും അർജന്റീനയുടെ കളി. അർജന്റീന എങ്ങനെ പാസ് ചെയ്യുന്നു, അർജന്റീനയുടെ തനത് കളിശൈലിയിൽ തന്നെ അർജന്റീന കളിച്ചു. കുറച്ച് ഗോളുകൾ കൂടുതൽ അടിക്കാമായിരുന്നു, എന്തുകൊണ്ടോ അടിച്ചില്ലായിരുന്നേ ഉള്ളൂ. മെസ്സി കംപ്ലീറ്റ് മെസ്സി, 3 വട്ടം മെസ്സി 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 ഹാട്രിക്. ഇതുവരെ കരിയറിൽ വേൾഡ് കപ്പിൽ ഒരു ഹാട്രിക് ഇല്ല എന്നുള്ളൊരു നേട്ടത്തിന് കുറവുണ്ടായിരുന്നു. ആ നേട്ടവും ഇന്നത്തെ മത്സരത്തോടെ നമ്മുടെ കമൻഡർ പോലെ അങ്കർ മെസ്സി മെസ്സി ഫാക്ടർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അർജന്റീനൻ ടീം ഗോൾ അടിച്ചില്ല എന്നുള്ളത് ഒരു ഘടകമാണ്. മൊത്തത്തിലുള്ള കളി നിയന്ത്രണത്തിലും പാസിങ്ങിലും ഒക്കെ രസമുണ്ടായിരുന്നെങ്കിലും ടീം വേറെ ഗോൾ അടിച്ചില്ല. മെസ്സിയെ പിൻവലിച്ച് കഴിഞ്ഞിട്ടും ഒരു ഗോൾ അടിക്കാൻ പറ്റിയില്ല. അത് മാർട്ടിനസും അൽവാരസും പകുതി വെച്ച് കളിച്ചിട്ടും ഒരു ഗോളിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഭാവിയിൽ വരുന്ന മത്സരങ്ങളിൽ പ്രശ്നമാകുമെന്ന് കണ്ടറിയണം. പിന്നെ അൾജീരിയയുടെ കളി മോശമൊന്നുമല്ലായിരുന്നു, തുടക്കത്തിലൊക്കെ നല്ല കളിയായിരുന്നു. പക്ഷെ മെസ്സിയെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മെസ്സിക്ക് വട്ടം വയ്ക്കാൻ പറ്റിയ ആളുകളില്ല. അപ്പോൾ അത് ഒരു കുറവായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെയാണ് ആദ്യത്തെ മത്സരത്തിൽ കണ്ടത്. മാർട്ടിനസ് ഫോമല്ല. പിന്നെ അൽവാരസ് അടുത്ത മത്സരത്തിൽ മിക്കവാറും അൽവാരസായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും വരുന്ന അർജന്റീന മത്സരങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. അതൊരു കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, കുറേ പേര് എന്തൊക്കെ ട്രോളൊക്കെ ഇറക്കുന്ന കണ്ടു. അപ്പൻ്റെ ലെവലിൽ വന്നതാണെന്ന് സിദ്ധാൻ്റെ മകനെ കുറിച്ച്. എന്തായാലും സിദ്ധാൻ്റെ മകൻ അൾജീരിയക്ക് വേണ്ടി ഗോൾ കീപ്പറായിട്ട് കളിച്ചു. നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ലോകകപ്പ് ഹാട്രിക്കിന് സാക്ഷിയാവാൻ ഒരു ഷോട്ടുണ്ട്. മെസ്സി ആദ്യമേ തന്നെ ഹാട്രിക്ക് ഇടാമെന്ന് പ്രതീക്ഷിച്ച ഒരു ഷോട്ട് അതിന് തടുക്കുകയും ചെയ്തു. നല്ല മികച്ച പ്രകടനം തന്നെയായിരുന്നു മെസ്സി ആയതുകൊണ്ട് മാത്രം എന്ന് വിശ്വസിച്ച് അദ്ദേഹത്തിന് ആശ്വസിക്കാം. എന്തായാലും വരുന്ന കളികൾ എങ്ങനെയെന്ന് കണ്ടറിയണം. അർജന്റീന ആദ്യ കളി 3 ഗോളിന് വിജയിച്ച് 3 പോയിന്റ് സ്വന്തമാക്കിയിരിക്കുന്നു. ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ബാക്ക് ടു ബാക്ക്, തുടർ കിരീടം നാടിനാപത്ത്. കണ്ടറിയാം. വെയിറ്റ് ആൻഡ് സീ.